പ്യാരെ ബച്ചോ ആദാബ്. ഉറുദു ദുനിയ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കായിരിക്കും. നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞു അല്ലേ. ഇന്നത്തെ വീഡിയോയിലൂടെ ടീച്ചർ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് അതിൻ്റെ ആൻസേഴ്സാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മക്കൾക്ക് എക്സാമൊക്കെ? കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു അല്ലേ. വലിയ പ്രയാസമൊന്നുങ്ങളൊന്നും ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ മക്കളും ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കഹാം ചീനിയെ ബാദിഷേക്കോ നസീർ കെ ജിസ് ബേ ഹമീസേ ഹെ സോത്തേ ഗരീബ്. നമ്മുടെ രാത്രിയിലുള്ള ഒരു ഷെയറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ബച്ചു ഷായർ കെ ഖയാൽ മേ ബേഗാമി സെ കോൻ സോത്തേ ഹെ. അല്ലേ, ദുഃഖമില്ലാണ്ട് ഉറങ്ങുന്നത് ആരാണ്? അല്ലെ, ഷായറിൻ്റെ ഖയാലിൽ ബേഗാമി സെ കോൻ സോത്തേ ഹെ. ബാദ്ഷയാണോ, മസ്ദൂറാണോ, അമീറാണോ, വസീറാണോ? ആൻസർ മസ്ദൂർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ജസീറയെ മജൂലി കി ഹഷ്ക മിട്ടി കിസ്കി ലഗാതാർ കോശിഷോം സെ മൗലായി ജംഗിൾ ബൻ ഗയി. അതായത് ജസീറയെ മജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തരിശായി കിടന്നിരുന്ന ഒരു സ്ഥലം ആരുടെ നിരന്തര ഫലമായിട്ടാണ് അതൊരു മൗലായി ജംഗിളായിട്ട് മാറിയത്? ജാദവ് മൗലായി ഭേങ്കിൻ്റെയാണ്. ബാബ ആംഠെ ഓർ മേധ പട്കർ കല്ലിൽ പൊക്കടൻ. ആരതാണ്? ജാദവ് മൗലായി ഭേങ്ക് അല്ലേ. അദ്ദേഹത്തിൻ്റെ ലഗാത്താർ കോശിഷോം സെ എ ജംഗിൾ ബൻ ഗയ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കഹാനി മസാവാത്ത് കുമാരൻ ആശാൻ കി കിസ് മസ്നവി സെ ലേ ഗയി ഹെ. ഏത് മസ്നവിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? നാളിനി, ചണ്ടാല ഭിക്ഷുകി, കരുണ, ലീല. ഏതിൽ നിന്നാണ്? ചണ്ടാല ഭിക്ഷുകി അല്ലേ. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ജുംലെ ഗോർസെ പഠിയ. ഇവിടെ 2 ജുംലകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സഹീഹ് ബയാൻ കോൻസാ ഹെ, ശരിയായത് ഏതാണ്? അപ്പോൾ അലിഫിൽ കൊടുത്തത് നമുക്ക് നോക്കാം. ജഹാംഗീർ ഏക്ക് മുഗൾ ബാദ്ഷാ. ജഹാംഗീർ എന്ന് പറയുന്നത് ഒരു മുഗൾ ബാദ്ഷയാണ്. ജഹാംഗീർ ഇൻസാഫ് പസന്ത് ബാദ്ഷാ ഹെ. ജഹാംഗീർ നീതിമാനായിട്ടുള്ള ഒരു ബാദ്ഷയാണ്. ഇനി അതിൽ താഴെ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് അല്ലേ. 2 ജുംലകളും ശരിയാണ്. 2 ജുംലകളും ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഏതാ? താഴെ തന്നിരിക്കുന്നവയിൽ സി ആണ്. അലിഫ് ഓർ ബെ സഹീഹ്, അതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും. പക്ഷെ അത് ആദ്യം നമ്മൾ ആ ജുംലകൾ വായിച്ച് അത് രണ്ടും സഹീഹാണോ അതോ സഹീഹ് നഹീഹേ അത് നമ്മൾ ആദ്യം കൃത്യമായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, അവിടെ ഒരു ഷെയർ തന്നിട്ടുണ്ട്. ആ ഷെയർ ഗസലിൻ്റെ ആഖിരി ഷെയറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസലിൻ്റെ ആഖിരി ഷെയർ നമുക്കറിയാം, അത് മക്ത എന്നാണ് പറയുന്നത്. ആ ഒരു മക്തയിലാണ് ഷായർ അതിൻ്റെ തഖല്ലസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് അവിടെ എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മക്കളത് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി 6ാമത്തെ ചോദ്യം, അഗർ തും സാൽ കെ ആഖിർ തക് സോന ലാനെ മേ നാകാം രഹേ തോ തുമാരാ സിർ ധഡ് സെ അലഗ് കർ ദിയാ ജായേഗ അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞത് ഈ മുക്കാലിമ കോൻ കിസ്സെ കഹ്താ ഹെ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ആര് പറഞ്ഞതാണ്? ബാദ്ഷാ നൗജവാൻ സെ അല്ലേ. ഇനി അടുത്ത ചോദ്യം 7ാമത്തെ, കഹാനി മസാവാത്ത് ആപ്നെ പഠി ഹേ നാ ആനന്ദ് ഉസ് കഹാനി കാ അഹം കിർദാർ ഹെ. ബച്ചോ ഉസ് കഹാനി സെ ഹമേ ക്യാ പൈഗാം മിൽത്താ ഹെ ലിഖിയേ. ഇതിൽ നിന്നും എന്ത് പൈഗാമാണ് നമുക്ക് ലഭിക്കുന്നത്? അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. പൈഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദേശം അല്ലേ. എന്ത് സന്ദേശമാണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? നോക്കാം. കഹാനി മസാവാദ് സെ ഹമേ എ പൈഗാം മിൽത്താ ഹെ കെ തമാം ഇൻസാൻ ബരാബർ ഹെ അല്ലെ. എല്ലാ മനുഷ്യന്മാരും എന്താണ്? തുല്യരാണ്. സാത്ത് പാത്ത് സെ കൊയ് മത്ലബ് നഹീം. ജാതിയത് കൊണ്ട് ഒന്നും തന്നെ അർത്ഥമാക്കുന്നില്ല. മസ്ഹബ് നസ്ൽ കി ബുനിയാദ് പർ കോയി ഫറക് നഹീ ഹെ. മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഏക് ദൂസരേക്കോ എഹ്തറാം കരെ. ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യണം? പരസ്പരം ബഹുമാനിക്കണം. ഓർ മദത് കരയും, പരസ്പരം സഹായിക്കണം. പിന്നെയോ സബ് കെ സാത്ത് ഇൻസാഫ് ഓർ ബരാബരി കർണ ചാഹിയെ. നമ്മൾ എല്ലാവരോടും ഈ നീതി പുലർത്തുകയും അതോടൊപ്പം തന്നെ എല്ലാവരെയും തുല്യരായിട്ട് കാണാനും നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് ആ ഒരു മസാവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കഹാനിയിൽ നമുക്ക് തരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അതിൽ ബി ക്വസ്റ്റ്യൻ ആണ്, ड्रामा इंसाफ आपने पढ़ा होगा. പാദഷാ ജഹാംഗീർ ഉസ് ഡ്രാമേ കാ മർക്കസി കിർദാർ ഹെ അല്ലേ. അതിൽ മർക്കസി കിർദാറാണ് നമ്മുടെ ബാദഷാ ജഹാംഗീർ. ഉസ് ഡ്രാമേ കാ മർക്കസി ഖയാൽ ക്യാ ഹെ. അതിലുള്ള മർക്കസി ഖയാൽ എന്താണ്? അതാണ് ചോദ്യം.
അതിൻ്റെ ഉത്തരം നോക്കൂ. ഡ്രാമ ഇൻസാഫ് കാ മർക്കസി ഖയാൽ യേ ഹേ കെ ഇൻസാഫ് സബ്സെ ബഡി ഖദർ ഹേ. അല്ലെ, ഏറ്റവും മൂല്യമുള്ള സംഗതിയാണ് എന്ത്? നീതി എന്ന് പറയുന്നത്. സച്ചായി കെ സാത്ത് ഇൻസാഫ് കെ മുതാബിക് ഫൈസല കർണ ചാഹിയെ. അതാണ് അതിലുള്ള മർക്കസി ഖയാൽ എന്ന് പറയുന്നത്. സച്ചായി കെ സാത്ത്, സത്യസന്ധതയോടുകൂടെ, ഇൻസാഫ് കെ മുതാബിക്, അത് നീതിക്കനുസരിച്ചായിട്ടുള്ള തീരുമാനം ചെയ്യുക, അതായത് തീരുമാനമെടുക്കുക. അതാണ് അതിലുള്ള മെയിൻ കോറായിട്ടുള്ള മർക്കസി ഖയാൽ എന്ന് പറയുന്നത്. ഇനി 8 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഷോർട്ടായിട്ടാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിൽ 8ാമത്തെ ചോദ്യം നോക്കൂ. ഇബാരത്ത് ഓർസെ പഠിയ. അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും 3 സവാലാത്ത് തയ്യാർ കീജിയെ. അതിൽ നിന്നും 3 ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ആ ഇബാറത്തൊന്ന് വായിച്ചു നോക്കാം. ആജ് കെ ഖുസൂസി മെഹ്മാൻ ഡോക്ടർ ജേക്കബ് है. वो एक मशहूर काश्तकार है. सिर्फ काश्तकार ही नहीं बल्कि एक फार्म भी चलाते हैं. बुनियादी तौर पर वो एक IT इंजीनियर है. M.Tech और PhD की ഡിഗ്രിയാം ബി ഹാസിൽ കർ ചുക്കേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ്. നമുക്ക് ചോദ്യ സൂചകങ്ങളായിട്ട് അവിടെ ചോദ്യ പദങ്ങൾ തന്നിട്ടുണ്ട്. കോൻ, ക്യാ, ക്യാ ക്യാ, ക്യോ. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നോക്കാം. 1ാമത്തെ സെൻറ്റൻസ് നോക്കൂ. ആജ് കെ ഹുസൂസി മെഹ്മാൻ ഡോക്ടർ ജേക്കബ് ഹെ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കിക്കൂടെ. ആജ് കെ ഹുസൂസി മെഹ്മാൻ കോൻ ഹെ, അല്ലേ? പിന്നെ 2ാമത്തെ വോ എക് മഷൂർ കാഷിത്കാർ ഹെ. അപ്പോൾ നമുക്ക് 2ാമത്തെ ചോദ്യം ഉണ്ടാക്കാം എങ്ങനെ? ഡോക്ടർ ജേക്കബ് കോൻ ഹെ, അല്ലേ? ഓക്കെ, കാഷിത്കാർ. അപ്പോൾ ആൻസർ എഴുതേണ്ട ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയാൽ മതി. ഇനി ടീച്ചർ തയ്യാറാക്കിയ ചോദ്യങ്ങളൊന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം ആജ് കെ ഹുസൂസി മെഹ്മാൻ കോൻ ഹെ. 2ാമത്തത് ഡോക്ടർ ജേക്കബ് കോൻ ഹെ. 3ാമത്തത് ഡോക്ടർ ജേക്കബ് ക്യാ കാം കർത്തേ ഹെ. ഇങ്ങനെ നമുക്ക് ഇതേ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സെൻറ്റൻസുകൾ നമുക്ക് വായിക്കുമ്പോൾ അതിൽ നിന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി 8ൽ ബി ചോദ്യം നോക്കൂ. ഡോക്ടർ ജേക്കബ് ഏക് മർബൂത്ത് കാഷിത്കാർ ഹെ. ഡോക്ടർ ജേക്കബ് ഒരു മർബൂത്ത് കാഷിത്കാരാണ്, അല്ലെ? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നടത്തുന്ന ഒരു കാഷിത്കാരാണ്. അഗർ ആപ് ഗോ ഉൻസെ മിൽനെ കാ മൗക്ക മിലാത്തോ. നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? ആ ചോദ്യങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. മർബൂത്ത് കാഷിത്കാരി ക്യാ ഹെ. എന്താണ് മർബൂത്ത് കാഷിത്കാരി എന്ന് പറഞ്ഞാൽ? മർബൂത്ത് കാഷിത്കാരി സെ ഹമൻ ക്യാ ക്യാ ഫായദ മിൽത്തെ. എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്? കേറ്റി കേളിയ അച്ഛേ ബീജ് കഹാം സെ മിൽത്താ ഹെ. ഈ കൃഷിക്ക് നല്ല ഇനം വിത്തുകളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത എക്സാമിന് നമുക്ക് ഇനി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സുബഹയ്ക്ക് വക്ത് പേട് പൗധെ ജാഗുടുത്തേ ഹെ, അല്ലെ? സുബഹ് സമയത്താണ് മരങ്ങളും ചെടികളെല്ലാം ഉണരുന്നത്. കെളിയാം ഗുൽജാത്തി ഹെ, മുട്ടുകളെല്ലാം വിടരുന്നു. ബച്ച സുബഹയ്ക്ക് വക്ത് ഫിത്രത്ത് മേ ക്യാ ക്യാ തബ്ദീലിയാം ആത്തി ഹെ. സുബഹിന്റെ സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചൊരു ബയാനിയ തയ്യാറാക്കാനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബയാനിയെ നോക്കൂ. സുബഹയ്ക്ക് വക്ത് ഫിത്രത്ത് ബഹുത് ഹൂബ്സൂരത്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ്. സുബഹിന്റെ സമയത്ത് നമ്മുടെ പ്രകൃതി കാണാൻ വളരെയധികം മനോഹരമാണ്, അല്ലേ? സുബഹയ്ക്ക് വക്ത് സൂരജ് നിക്കൽത്താ ഹെ. സുബഹിന്റെ സമയത്താണ് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത്. പേട് പൗധെ ജാഗുടുത്തേ ഹെ. മരങ്ങളും ചെടികളും എല്ലാം ഉടുത്തേ ഹെ, അല്ലേ? കിളിയാങ്കുൽ ജാത്തി ഹെ. മുട്ടുകളെല്ലാം വിടരുന്നു. ചറോം തൊറഫ് റോഷ്നി ഫൈൽത്തേ ഹെ. എല്ലാ ഇടങ്ങളിലും വെളിച്ചം ഇങ്ങനെ പടരുന്നതായിട്ട് നമുക്ക് കാണാം. ഹർ തറഫ് ഫൂലോം കി ഖുശ്ബു ഫൈലാത്തി ഹെ. എല്ലായിടങ്ങളിലും പൂക്കളുടെ നല്ല സുഗന്ധം ഇങ്ങനെ പരക്കുന്നതായിട്ടും നമുക്ക് അനുഭവിക്കാം. ശബനം കി ഭൂന്തേം, അതായത് മഞ്ഞുതുള്ളികൾ ചമക്തേ ഹെ, അത് നമുക്ക് തിളങ്ങുന്നതായി കാണാം. പരിന്തോം കി ചഹചഹാട്ട്, പക്ഷികളുടെ ചിലക്കൽ, അല്ലെ? ചഹചഹാട്ട് എന്ന് പറഞ്ഞാൽ ചിലക്കുന്ന ശബ്ദത്തിനെയാണ് പറയുക. ഓർ മീട്ടി ആവാസ് ബി സുൻതേ, അവരുടെ മധുരമായ ഗീതങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവർ ടെണ്ടി ടെണ്ടി ഹവായം ചലത്തി, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഹർ സുബഹ് ഹമാരെ ലിയെ എക് നയി ഉമ്മീദ് ഹെ. ഓരോ രാവിലെകളും ഓരോ സുബഹുകളും നമുക്ക് എന്താണ്? ഓരോ പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് നൽകുന്നത്. സുബഹിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്കായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എന്തായാലും മക്കൾ ഷുവറായിട്ട് ഇതിന് ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹമാരി നദി നാലെ ഗന്ധേ ഹോ രഹേ. നമ്മുടെ നദികളും തോടുകളെല്ലാം എന്താ മലിനമായി കൊണ്ടിരിക്കുകയാണ്. നദീ നാലോംക്ക് ഹിഫാസത്ത് പർ, നദികളുടെയും തോടുകളുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ലോകോംകോ ബേദാർ കർണയ്ക്ക്, ആളുകളെ, അതായത് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഒരു ജുലൂസ് നിക്കലിനെ വാല, ഒരു ജാഥ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ആ ജുലൂസിന് വേണ്ടിയിട്ടുള്ള 3 നായരകളാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാഹോൽ കി സഫായി കരോ,
ഫിത്രത്ത് കോ ബച്ചാവോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു 3 നായകകൾ നിങ്ങളോട് തയ്യാറാക്കാനായിട്ടാണ് ചോദ്യം ഉള്ളത്. അപ്പോൾ ഇവിടെ 3 നായകകൾ തയ്യാറാക്കിയത് നോക്കൂ. ഒന്നാമത്തത് നദി നാലെ ബച്ചാവോ, നദികളെയും തോടുകളെയൊക്കെ രക്ഷിക്കൂ. और ഫിത്രത്ത് ബച്ചാവോ, നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കൂ. ഈ രണ്ടാമത്തെ നദിക്ക് ഹിഫാസത്ത്, നദികളുടെ സംരക്ഷണമാണ്. ഹമാരി ഹിഫാസത്ത്, നമ്മുടെയും സംരക്ഷണം. നദി ഹമാരി മാഹെ, നദി നമ്മുടെ അമ്മയാണ്. ഉസേ ഗന്ധാന്ന കരു, അതിനൊരിക്കലും മലിനമാക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള നായകകളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കുറച്ച് പദങ്ങൾ മതി ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള നായകകളൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. मौजूदा दौर रियासत केरला में सैलाब कहत मिट्टी की कसक जैसी കുദരത്തി ആഫാത്ത് बढ़ रही है. അതായത് ഇപ്പോൾ ഈ ഒരു കാലത്തിൽ നമ്മുടെ കേരളത്തിൽ എന്താണ് വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ കിഹത്ത് ക്ഷാമം, ഒരു മിട്ടിക്ക് കസക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, ജൈസി കുദരത്തി ആഫാത്ത് ബഡ്ര, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചോ കുദരത്തി ആഫാത്ത് ബഡ്നയ്ക്ക് ഉജുഹാത്ത് ക്യാ, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം അതിനുള്ള കാരണങ്ങളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? मौजूदा दौर रियासत केरला में सैलाब कहत मिट्टी की कसक जैसी कुदरती आफात बढ़ रही है. കുദരത്തി ആഫാത്ത് ബഡ്നയ്ക്ക് കൈ വജുഹാത്ത് ഹെ അല്ലെ, ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. ജോർദാർ ബാരിഷ് കി വജാസെ കുദരത്തി ആഫാത്ത് ആജാത്ത ഹെ, അതായത് ശക്തമായ മഴ അല്ലെ, അത് കുദരത്തി ആഫാത്തിനൊരു കാരണമാണ്. അതേപോലെ തന്നെ ലോഗ് ഖേത്തോ മേ മിട്ടി ഡാൽക്കർ വഹാ ബഡി ബഡി ഇമാരത്തെ और घर बना रहे हैं, നമ്മുടെ വയലുകളെല്ലാം മണ്ണിട്ട് നിരപ്പാക്കിയിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതും അതേപോലെ തന്നെ വീടുകൾ പണിയുന്നതും മറ്റൊരു പ്രകൃതി ദുരന്തത്തിന് കാരണമാണ്. ലോക ജംഗൽ ബർബാദ് കർത്തെ, അതേപോലെ തന്നെ കാടുകളെല്ലാം തന്നെ മനുഷ്യർ നശിപ്പിക്കുകയാണ്. അവർ പഹാഡോം കോബി ബർബാദ് കർത്തെ, പർവ്വതങ്ങൾ കുന്നുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അവർ പ്രകൃതിയെ എന്ത് ചെയ്യാൻ, ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കാനുള്ള മെയിൻ കാരണങ്ങൾ. ലോക ഹുദാദാദ് സാര് നാമത്ത്, നമ്മുടെ ദൈവം തന്നിട്ടുള്ള നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ജംഗിൾ, നമ്മുടെ ഇമാരത്തുകൾ അല്ലെ, നമ്മുടെ പഹാടുകൾ, ഈ സബ് എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യാൻ, അപ്പനെ ജരൂരത്തെയും പൂരാക്കറിനേക്ക് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജയ്സെ സാരേ നാമത്തെയും ബർബാദ് കർത്തേ, അവയെല്ലാം അവ എന്ത് ചെയ്യുന്നതാണ്, നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ചെയ്തികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 11 ബി. ആജ്കൽ ഹമാരെ ആസ്പാസ് ബി കയ്യേ തരഹി വബായി അമ്രാസ് ഫൈൽ രഹി ഹെ, നമുക്ക് ചുറ്റിലും പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. വബായി അമ്രാസ് സെ ബച്നെ കെ ലിയെ ഹം ക്യാ കർ സക്തേ ഹെ, നമുക്ക് ഈ പകർച്ചവ്യാധികളൊക്കെ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ, അതിനെ തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ആപ്കെ രായെ പേഷ് കീജിയെ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം നോക്കൂ. ഒന്നാമത്തെ പോയിന്റ്സ് നോക്കൂ. ജാതി സഫായി ക ഹാൽഡക്കി, നമ്മുടെ വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേപോലെ തന്നെ ജാതി സഫായിക്ക് സാത്ത് സാത്ത് ഹം മാഹോൽ കി സഫായി ബി ഖാസ് ഖയാൽ രഖ്നാ ചാഹിയെ, നമ്മുടെ മാഹോൽ, നമ്മുടെ പ്രകൃതിയുടെ വൃത്തിയും കൂടെ, പരിസരമുള്ള ശുചിത്വം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ക്യോങ്കി ഹം മാഹോൽ മേ രഹത്തെ, കാരണം എന്താണ്, നമ്മൾ ഈ പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ മാസ്ക് കാ ഇസ്തേമാൽ കരണം, മാസ്കുകളുടെ ഉപയോഗം. പിന്നെയോ സാഫ് പാനി പീന വബായി അമ്രാസ് സെ ബച്നെ കെ ലിയെ ജരൂരി ഹെ, നമ്മൾ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധമായ വെള്ളം അല്ലേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പിന്നെ സാനിറ്റൈസർ കാ ഇസ്തേമാൽ കരെ, നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഉപയോഗവും നമുക്ക് പകർച്ചവ്യാധികളെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വിവരണം തയ്യാറാക്കുക. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. ഇബാരത്ത് ഓർസെ പഠി, അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ മാതൃ ജബാൻ മേ തർജ്ജമ കീജിയെ, അതായത് മാതൃഭാഷയിൽ എഴുതാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതാൻ. ബാദ്ഷാനെ നൗജവാൻ സെ കഹാ हम तुम्हारे बहुत शुक्रगुजार हैं, तुमने हमें एक नई राह दिखाई, हम चाहते हैं कि तुम हमारी ही साथ रहो. नौजवान ने बादशाह की बात सुनी और कहा, उस दुनिया में अभी बहुत से लोग ऐसे हैं जो मेहनत की कदर नहीं जानते. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ സോനയ്ക്ക് ഭൂരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മാതൃഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്.
ഇതിനെ മലയാളത്തിലേക്ക് മാറ്റിയതൊന്ന് നോക്കൂ. രാജാവ് യുവാവിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് പുതിയൊരു വഴി കാണിച്ചു തന്നു. നീ ഞങ്ങളോടൊപ്പം തന്നെ കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യുവാവ് രാജാവിന്റെ വാക്ക് കേട്ട് പറഞ്ഞു, ഈ ലോകത്ത് ഇപ്പോഴും കഠിനാധ്വാനത്തിന്റെ മൂല്യം അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് പാരഗ്രാഫ് നമുക്ക് വരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും വേണം. എന്നാലേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. ഫിത്രത്ത് ബഹാർ പർ ഹേ ദുനിയ നിഗാർ പർ ഹേ ഹർ ഷേ ഹേ ഖൂബ്സൂറത്ത് രംഗീൻ ഹർ നസർ ഹേ. നമുക്കറിയാം ഈ ഒരു ലൈന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഏതിലെ ഷെയറാണ്, നമ്മുടെ സുബഹ് കാ നസാർ അല്ലേ. ഫിത്രത്ത് കി ഹുസ്ൻ ഔർ ഷാദാബി ഹമാരെ ദിൽ കോ താസ്ഗി ബഖ്ഷ്തി ഹെ അല്ലേ. നമ്മുടെ ഫിത്രത്തിന്റെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയും അതേപോലെ ഷാദാബി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് അല്ലേ. ഹമാരെ ദിൽക്കോ നമ്മുടെ മനസ്സിന് എപ്പോഴും നമുക്കൊരു റിഫ്രഷ്മെന്റ് അല്ലേ അത് നമുക്ക് നൽകുന്നു. ബച്ചോ ഷെയർ കാ മഫ്ഹൂം അപ്പനെ അൽഫാസ് മേ ലിഖിയേ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഷെയറിന്റെ മഫ്ഹൂം നിങ്ങളുടെ സ്വന്തം വാക്കുകളിലൂടെ എഴുതാനാണ്. അപ്പോൾ നമുക്കിതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈനാണ് തന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റും. ടീച്ചർ എഴുതിയതൊന്ന് നോക്കൂ. ഈ ഷെയർ നസ്മ സുബഹ് കെ നസാരെ സെ ലിയാ ഗയാ ഹെ. നസ്മ സുബഹ് കെ നസാരയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. യേ നസ്മ സാദത്ത് നസീറിനെ ലിഖാ ഹെ. ഇത് ഈ നസ്മ എഴുതിയിട്ടുള്ളത് സാദത്ത് നസീറാണ്. ഉസ്മേ ഷായർ സുബഹ് കെ ഖൂബ്സൂറത്തി നസാര ബയാൻ കർത്തെ ഹെ. ഇതിൽ ഷായർ നമ്മുടെ സുബഹ് കെ ഖൂബ്സൂറത്തി നസാരയെ കുറിച്ചിട്ടാണ് നമ്മളോട് ഇതിൽ വിവരിക്കുന്നത്. ഉസ് ഷെയർ മേ ഷായർ കഹ്താ ഹെ കെ. ഈ വരികളിലൂടെ ഷായർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ബഹാർ കെ മൗസം അതായത് വസന്തകാലത്തിൽ ഫിത്രത്ത് ബഹുത് ഖൂബ്സൂറത്ത് നമ്മുടെ പ്രകൃതി ഏറ്റവും മനോഹരമായിരിക്കുന്ന നിമിഷമാണ്. ഔർ ഖുശ്നുമ ലഗ്തി ഹെ. ഹർ ചീസ് രംഗീൻ ഔർ ദിൽകഷ് നസറാത്തെ ഹെ. നമ്മുടെ ചുറ്റുപാടിലുള്ള ഹർ ചീസ് എല്ലാ വസ്തുക്കളും രംഗീൻ എല്ലാവരും വളരെ കളർഫുൾ ആയിട്ടും ഔർ ദിൽകഷ് നസറാത്തെ ഹെ നമുക്ക് മനസ്സിൽ നിന്നുള്ള കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റിലും ഉണ്ടാകാറുള്ളത്. ഫിത്രത്തിക്ക് ഏ ഹുസ്ന് നമ്മുടെ പ്രകൃതിയുടെ ഈ ഒരു ഭംഗി, ഏ ഖൂബ്സൂറത്തി ഔർ ഹരിയാലി യാനി ഷാദാബി ഹമാരി ദിൽക്കോ ഖുഷി ഔർ താസ്ഗി ദേത്തി. നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുകയും നമുക്ക് മനസ്സിന് എന്താണ് ഒരു പുതുമ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഈ വരിയിൽ ഉൾക്കൊള്ളുന്ന ആശയം ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. സമാജ് മേ മുഖ്തലിഫ് കാം കർണേ വാലെ മസ്ദൂർ ഹെ. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. വോ ദുനിയാ കെ ചലാനെ വാലെ ഹെ. ദേശ് കി തർക്കി മേ മസ്ദൂറോം കോ ബഡാ ഹാത്തെ. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ നമ്മുടെ ഈ തൊഴിലാളികൾ വലിയൊരു കയ്യൊപ്പ് തന്നെയുണ്ട്. ബച്ചോ മെഹനത്തെ മസ്ദൂറോം കി അഹ്മിയത്ത് പർ നോട്ട് ലഗിയെ. നമ്മുടെ മെഹനത്തെ അധ്വാനിക്കുന്ന ഈ തൊഴിലാളികളുടെ മഹത്വത്തെക്കുറിച്ച് അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോടൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നോട്ട് നോക്കൂ. മെഹനത്തെ മസ്ദൂറോം കി അഹ്മിയത്ത്. समाज में मुख्तलिफ काम करने वाले मजदूर हैं, वो दुनिया को चलाने वाले हैं, वो अपनी मेहनत से ഇമാരത്തെ ബനാത്തെ. അവരുടെ അധ്വാനം കൊണ്ട് നമുക്ക് എന്താണ് കെട്ടിടങ്ങളെല്ലാം പണിയുന്നു. സടക്കേം ബനാത്തെ ഹെ, റോഡുകളെല്ലാം പണിയുന്നു. और हमारे खेतों में फसल उगाते हैं, നമ്മുടെ വയലുകളിലെല്ലാം വിളവുകൾ അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മസ്ദൂർ ലോക ദിൻ രാത് ഹമാരെ ലിയെ മെഹനത്ത് കർത്തേ ഹെ. ഈ തൊഴിലാളികൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ദിനം രാത്രിയായാലും പകലായാലും അവർ മെഹനത്ത് കർത്തേ, അവർ അധ്വാനിക്കുന്നത്. ഉനക്ക് മെഹനത്ത് കെ ബയർ, അതായത് അവരുടെ ഈ ഒരു അധ്വാനത്തിനെ കൂടാതെ ദുനിയാക്കി തർക്കി മുംകിൻ നഹി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നമുക്ക് സാധ്യമല്ല. ഉനക്ക് സഖ്ത് മെഹനത്ത് സെ ഹമേം ഈ സഹൂലത്തെയും പൈദാ കർത്തേ ഹെ. അവരുടെ ഈ കഠിനമായിട്ടുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സൗകര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്. ഇസ്ലിയെ ഹം ഉൻ മസ്ദൂറോം കി ഖദർ കർണി ചാഹിയെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൊഴിലാളികൾ അവരെ നമ്മൾ എന്താണ് അവർക്കുള്ള മൂല്യം നമ്മൾ കൊടുക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ഉൻകെ ഹക്കൂക്ക് ക ഇഹ്തറാം കർണാ ചാഹിയെ. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശങ്ങൾ. അവരുടെ അവകാശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അവരുടെ അവകാശങ്ങൾ നമ്മൾ നേടിക്കൊടുക്കണം. അവർ ഉൻകെ സാത്ത് ഇൻസാഫ് കർണാ ചാഹിയെ. അതോടൊപ്പം തന്നെ അവരോടൊപ്പം എന്താണ് അവരോട് നീതി പുലർത്തുകയും ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലാണ് മെഹനത്ത് മസ്ദൂറും കി അഹ്മിയത്ത് പർ എന്ന വിഷയത്തെക്കുറിച്ചൊരു നമ്മളൊരു ബയാനിയ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ. ഓക്കെ,
ഇനി തൊട്ടടുത്ത ചോദ്യം നോക്കൂ. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തഫ്സീൽ സെ ജവാബ് ലിഖിയില്ല, ഒന്ന് വിശദീകരിച്ച് എഴുതാം. 4 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഗുഫ്തഗു ആകെ ബഡായിയെ. എന്താണ് ഗുഫ്തഗുവിനെ തന്നിരിക്കുന്ന വിഷയം? ബുദ്ധ ഭിക്ഷു आनंद को पानी देने के बाद लड़की परेशान होकर घर लौटी. उसकी परेशानी देखकर माम पूछने लगी, माम ക്യാ ബാത്ത് ഹേ ബേട്ടി, അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു സംഭാഷണം പൂർത്തീകരിക്കാനാണ് 14ാമത്തെ ചോദ്യം. ഇനി ചോദ്യം 15, അല്ലേ? കഹാനി സോനെ കി ഭൂരിയം ആപ്നെ പഠി ഹേ നാ, മെഹനത്ത് की अहमियत उसका मरकजी ख्याल है, उस कहानी के 2 किरदारों के नाम लिखिए. വളരെ സിമ്പിൾ അല്ലേ? സോനെ കി ഭൂരിയം എന്നുള്ള കഥയിലെ 2 കഥാപാത്രങ്ങളുടെ പേരുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഏതൊക്കെയാണ്? നമ്മുടെ നൗജവാൻ ഉണ്ട്, ബാദുഷയുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. എന്നിട്ട് അതിൽ ബി ചോദ്യം തന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്നത് നൗജവാനെ കുറിച്ചാണ്. ആ നോട്ടുകളൊന്ന് നോക്കൂ. कहानी सोने की बूरिया में मेरा पसंदीदा किरदार नौजवान है. नौजवान इस कहानी का एक मरकजी किरदार है. ഒരു കേന്ദ്ര കഥാപാത്രമാണ് ആര്? നമ്മുടെ നൗജവാൻ എന്ന് പറയുന്നത്. इसलिए उस कहानी में उसका रोल बहुत बड़ा है. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ കഥയിലുള്ള സ്ഥാനം, അല്ലേ, റോള് വളരെ വലുതാണ്. നൗജവാൻ ഏക്ക് മസ്ദൂർ ഹെ, അദ്ദേഹം ഒരു തൊഴിലാളിയാണ്. ഓ ബഹുത്ത് മെഹനത്ത് കർണേ വാല ഹെ, നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉസ്കി അക്കൽ മന്ദീസ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയോടുകൂടെയാണ്. അവർ മെഹനത്ത്, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. രാജാക്കോ, നമ്മുടെ രാജാവിനെ കിനായി രാഹദിക്കായി, അദ്ദേഹത്തിന് പുതിയൊരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചത്. और മെഹനത്ത് കി ഖദർക്കോ സമജ്നേക മൗഖ ഭി മില, അദ്ദേഹത്തിന് എന്താണ് അധ്വാനത്തിന്റെ മൂല്യം എന്ന് മനസ്സിലാക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നൗജവാൻ എന്ന് പറയുന്നത് ഈ ഒരു കഥയിലെ മർക്കസി കിർദാറാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാന ഭാഗത്തെ ചോദ്യം. അതായത് അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനോട് ആസ്പദപ്പെടുത്തിയിട്ട് 3 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. उर्दू एक हिंदुस्तानी ज़बान है, ये मोहब्बत और कौमी एकजुटती की ज़बान है. कश्मीर से लेकर कन्याकुमारी तक लेकर लोग उर्दू बोले और समझे जाते हैं. ये हिंदुस्तान की आज़ादी की लड़ाई में हिस्सा लिया है. उर्दू की कई शायर, अदीब और सहाफ़ी मुजाहिदीन आज़ादी है. मशहूर नायरा इंकलाब जिंदाबाद उर्दू की देन है. फिल्मी दुनिया में भी ये अपना जगह हासिल किया है. आज उर्दू एक आलमी ज़बान ബൻ ഗയി ഹെ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, അതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ. ഉറുദു ജബാൻ കഹാ പൈദാ ഹുയി. വളരെ സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ ലൈനിൽ തന്നെയുണ്ട്, അല്ലേ? ഈ ഹിന്ദുസ്ഥാൻ, അല്ലേ? എവിടെ നിന്നാണ് നമ്മുടെ ഉറുദുവിന്റെ ഉത്ഭവം, അല്ലേ? അതിന്റെ പൈതായിഷ് എവിടെ നിന്നാണ്? ഹിന്ദുസ്ഥാൻ മേ, അല്ലേ? ഇന്ത്യയിൽ തന്നെയാണ് അതിന്റെ പൈതായിഷ്. ഇനി രണ്ടാമത്തത് ഇൻകുലാബ് സിന്ദാബാദ് കിസ് ജബാൻ കി ദേൻ ഹെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന ആ ഒരു മുദ്രാവാക്യം ഏത് ഭാഷയുടെ സംഭാവനയാണ്? ഏത് ഭാഷയുടെ സംഭാവനയാണ്? ഉറുദു ജബാനിൽ, അല്ലേ? ജംഗെ ആസാദി മേ ഉറുദു ജബാൻ കാ ഹിസ്സ കിയാ ഹെ, വാസി കീജിയെ. അപ്പോൾ അത് ജംഗെ ആസാദി മേ, അതായത് നമ്മുടെ സ്വതന്ത്ര സമര സമയത്ത് ഉറുദു ജബാൻ കാ ഹിസ്സ, നമ്മുടെ ഉറുദു ഭാഷയുടെ പങ്ക് എന്താണ്? അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. അപ്പം അതിന് വിശദീകരിക്കാനുള്ള പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫിലുണ്ട്. അപ്പം അതിന്റെ ഉത്തരം എഴുതിയത് എങ്ങനെയാന്ന് നോക്കൂ. उर्दू ज़बान हिंदुस्तान की आज़ादी की लड़ाई में हिस्सा लिया है. ഉറുദു के कई शायर, ഉറുദുവിലെ ഒരുപാട് ഷായർമാരും അദീബുമാരും സാഹിത്യകാരും, ഒരു സഹാഫി, അല്ലേ? എന്താ സഹാഫി എന്ന് പറഞ്ഞാൽ? ജേർണലിസ്റ്റുകൾ. മുജാഹിദീൻ ആസാദി ഹെ, അല്ലെ? അവരെല്ലാം എന്താണ്? സ്വതന്ത്ര സമര സേനാനികളായിട്ടുണ്ട്. മഷൂർ നെഹ്റ, അതേപോലെ തന്നെ നമ്മുടെ ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ള ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു നെഹ്റ, അത് ഉറുദു ഭാഷയുടെ സംഭാവനയാണ്. അവർ അംഗ്രേസോം കെ ഖിലാഫ്, അംഗ്രേസികൾക്ക് എതിരെയായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് ആവാസ് ഉഠാനെ കെ ലിയെ, ശബ്ദമുയർത്തുന്നതിനായിട്ട് ഉറുദു അഖ്ബാർ സൊഫെ അവൽ പർത്ത, അല്ലേ? ഉറുദു പത്രങ്ങൾ ഏറ്റവും ടോപ്പിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ വെച്ചിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് തയ്യാറാക്കാം. ഇനി 16ാമത്തെ ചോദ്യത്തിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതും ഇതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് അഷാറുകളാണ്, അല്ലേ? 2 ഷെയറുകൾ. അത് നോക്കൂ. നമ്മുടെ രാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലുള്ള 4 വരികളാണ് അവിടെ തന്നിട്ടുള്ളത്. അതിനെ ആസ്പദപ്പെടുത്തിയിട്ട് നമുക്ക് ABC ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. കവിതയൊന്ന് വായിക്കാം. കയാ ദിൻ ഹുയി ഷാം ആയി ഹെ രാത്ത്, ഖുദാ ने अजब शे बनाई है रात, न हो रात तो दिन की पहचान क्या, उठाए मजा दिन का इंसान किया. അതിൽ എ ക്വസ്റ്റ്യൻ, ഉൻ അഷാർ में शायर किसके बारे में बयान करता है. ഇതിൽ ഈ വരികളിൽ ഷായർ എന്തിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? രാത്ത് കെ ബാരെ മേ ബയാൻ കർത്താ ഹെ.
ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, രാത് ഔർ ദിൻ കിസ്കി ബനി ഹുയി ചീസ് ഹെ. രാത്രിയും അതേപോലെ ദിന് അല്ലെ പകലും. കിസ്കി ബനി ഹുയി ചീസ് ഹെ, ആര് തയ്യാറാക്കിയ വസ്തുക്കളാണ്? ആര് തയ്യാറാക്കിയതാണ്? ഹുദ ബനി ഹുയി ചീസ് ഹെ അല്ലെ. രാത് ഔർ ദിൻ ഹുദാക്കി ബനി ഹുയി ചീസ് ഹെ. ഇനി സി ക്വസ്റ്റ്യൻ ഇതാണ്, ഷായർ കഹ്താ ഹെ കെ രാത് കെ ബഗൈർ ദിൻ കാ മസ നഹി ഹെ ക്യോ. അതായത് പകൽ സമയം രാത്രി കൂടാതെ ഒരിക്കലും മനോഹരമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? എന്തുകൊണ്ടാണ്? ക്യോങ്കി രാത് और दिन एक दूसरे के साथ है अल्ले, और रात की मौजूदगी से ही दिन की अहमियत और मज़ा महसूस होता है. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ടീച്ചർ തീർച്ചയായിട്ടും അതൊക്കെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ടീച്ചർ വീണ്ടും വരും. അതുവരെ ശുക്രിയ, ഖുദ ഹാഫിസ്.